ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം വളവിലെ ചായ, ഇതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. എന്താണ് വളവിലെ ചായ എന്നല്ലേ? ഇത് നമ്മൾ ഗുരുവായൂർ യാത്ര കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന വഴിക്കുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കണമെന്ന് ഓർത്തൊന്നുമല്ല. അപ്പോൾ ഈ സൗകര്യങ്ങളൊക്കെ കണ്ട് ഭംഗിയുള്ളത് കണ്ടപ്പോൾ ഞാൻ എടുത്തു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഇത് വളവിലെ ചായ എന്ന് പറയുന്ന ഒരു കടയാണേ, ടീ ഷോപ്പാണ് കേട്ടോ. ഇത് ശരിക്കും വളവത്ത് തന്നെയാണ് ഈ ഷോപ്പ് ഇരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടായിരിക്കണം അവർ വളവിലെ ചായ എന്നിട്ടത്. ഇത് കൊടുങ്ങല്ലൂരാണ്. സ്ഥലം ചോദിച്ചപ്പോൾ കൊടുങ്ങല്ലൂരാണ്. അപ്പോൾ കൊടുങ്ങല്ലൂർ എത്തുന്നതിന് മുമ്പെയാണ് കേട്ടോ. നമ്മൾ ഈ കടയുണ്ടെന്ന് അറിഞ്ഞിട്ടൊന്നും നിർത്തിയതല്ല, നമ്മളും വഴി വരുന്ന വഴിക്ക് കണ്ടപ്പോൾ കയറിയതാണ് കേട്ടോ. അപ്പം നമ്മൾ ശരിക്കും മഴയൊക്കെ ഉള്ള സമയമായിരുന്നു. അപ്പോൾ ഒന്ന് ചായ കുടിക്കണമെന്നൊക്കെ ചിന്തിച്ച് വരുന്ന സമയമായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഈ കട കണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് കാറൊക്കെ ഉള്ളിൽ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യം കൂടെ ഉണ്ട് കേട്ടോ. നമ്മൾ കൂടുതലും ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ വഴി സൈഡിലൊന്നും നിർത്താതെ കുറച്ചൊന്ന് ഒതുക്കി പാർക്ക് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർ, അങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്ത് റിലാക്സ് ചെയ്ത് പോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതൊരു നല്ല കടയാണ് കേട്ടോ. ഈ വഴിക്ക് ഇവിടെ പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ കയറി വണ്ടിയൊക്കെ ഒതുക്കിയിട്ടിട്ട് നമ്മൾ ഒന്ന് റിലാക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്ത് പോകാമെന്നുള്ള കണക്കൂട്ടിൽ നമ്മൾ കയറി. അപ്പം കുറേ വെറൈറ്റി ആയിട്ടുള്ള കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ നാടൻ ഐറ്റംസായിട്ടും അല്ലാതെ ആയിട്ടും. അപ്പോൾ എപ്പോഴും ഈ നാടൻ ഐറ്റംസൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഒന്ന് വെറൈറ്റി ആയിട്ടൊന്ന് പിടിച്ച് പൊറോട്ട റോളാണ് ഞങ്ങളെല്ലാവരും കഴിച്ചത് കേട്ടോ. പിന്നെ ചേട്ടൻ ഈ ചിക്കൻ ഐറ്റംസ് ഒന്നും കഴിക്കാത്തതുകൊണ്ട് പുള്ളി വെജിറ്റബിൾ കട്ട്ലേറ്റോ അങ്ങനെയൊക്കെയുള്ളതാണ് എടുത്തത്. പിന്നെ മക്കൾ ചിക്കൻ ലോലിപ്പോപ്പോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ചായയൊക്കെ കുടിച്ചു ഞങ്ങൾ. പിന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഒരു ടീ ഉണ്ട്, അതായത് മുഹബത്ത് എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. അത് നമ്മുടെ ഗ്രാമ്പും പുതിനയിലയൊക്കെ ഇട്ട് എടുക്കുന്ന ഒരു നല്ല ഒരു ടീ ആണ് കേട്ടോ. നല്ല ഒരു കടയാണ് കേട്ടോ. അപ്പോൾ തിരിച്ച് ആരെങ്കിലും ഈ വഴിക്കൊക്കെ വരുന്നവരുണ്ടെങ്കിൽ ഇവിടെ കയറിക്കൊള്ളുന്ന നല്ല ഒരു ഓപ്ഷനാണ് കേട്ടോ. പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ.